ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ചോദ്യം, എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? എസ് കെ പൊറ്റക്കാട് തന്നെ കഥാപാത്രമായിട്ട് വരുന്ന നോവൽ അന്ധകാരനഴി, തമോവേദം, പ്രവാസം, ആരാച്ച. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഏതാണ്? പ്രവാസമാണ് അല്ലെ? പ്രവാസം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. സിന്ധു ശരി ഉത്തരം പറഞ്ഞു അല്ലെ? എം മുകുന്ദന്റെ കൃതിയാണ് ശരിക്കും എന്ത് ഈ പ്രവാസം എന്ന് പറയുന്നത്. അതായത് തുടക്കത്തിൽ എസ് കെ പൊറ്റക്കാടാണ് കഥ പറയുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പിന്നെ കഥ പൂർത്തിയാക്കുന്നത് ആരാണ്? അത് എം മുകുന്ദനാണ്. ഓക്കെ അല്ലേ? എസ് കെ പൊറ്റക്കാട് കേന്ദ്ര കഥാപാത്രമായി വരുന്ന നോവലാണ് ഇത് പ്രവാസം. അടുത്ത ചോദ്യം, ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ചന്ദ്രക്കാരൻ എന്ന് പറയുന്നത് ഏത് കൃതിയിലെയാണ്? രാമരാജ ബഹദൂർ, ഇന്ദുലേഖ, ശാരദ, ധർമ്മരാജ. ഏതാണ്? ഏതാണ് ശരി ഉത്തരം? ഏതാണ്? നമ്മുടെ കുട്ടികൾ ഉത്തരവായിട്ട് ഐശ്വര്യ, ശ്രീജ. ശരി ഉത്തരമാണ് സി വി രാമൻ പിള്ളയുടെ ധർമ്മരാജയിലെ കഥാപാത്രമാണ് ഇത് ചന്ദ്രക്കാരൻ. ഓക്കെ അല്ലേ? അല്ലേ? രാമരാജ ബഹദൂർ പെരിഞ്ചക്കോടനാണ് പ്രധാനപ്പെട്ട കഥാപാത്രം അല്ലെ? മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രം ഏതൊക്കെയാണ്? ഓർമ്മയില്ല? സുഭദ്രയും ശംഖുവാശാനും അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ശരിയായി ജോഡി ചേർക്കുക. കഥാപാത്രങ്ങളെയും കൃതികളെയും ശരിയായി ജോഡി ചേർക്കുക. ഏതാണ്? വേഗം നോക്കി ആൻസർ പറഞ്ഞേ. ഏതൊക്കെയാണ്? ചുടലമുത്തൂർ, വാസവദത്ത, കർണൻ, ഗോവിന്ദൻകുട്ടി അല്ലെ? വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ് ഇവയെല്ലാം. ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നതില്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ആരൊക്കെ പറഞ്ഞു? വിശ്വൻ പറഞ്ഞു, സബി പറഞ്ഞു അല്ലെ? ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ബി കാണാനില്ല. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് അല്ലെ? ഏതാണ്? ചുടലമുത്തു ഏത് കൃതിയാണ്? തോട്ടിയുടെ മകൻ അല്ലെ? രണ്ടാമത്തെ ഏതാണ്? വാസവദത്ത, കരുണയിലെ കഥാപാത്രം അല്ലെ? വാസവദത്ത. കർണനോ? കർണൻ ഏത് കഥാപാത്രമാണ്? കർണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ. ഗോവിന്ദൻകുട്ടി ഏതാണ്? അസുരവിത്ത്. ഓക്കെ അല്ലേ? ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ചുടലമുത്തു തോട്ടിയുടെ മകളുടെ കഥാപാത്രമാണ്. വാസവദത്ത കരുണയിലെ കഥാപാത്രമാണ്. കർണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ. ഗോവിന്ദൻകുട്ടി അസുര വിത്ത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രമാണ്? അല്ലെ? പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രമാണ്? ഈയിടെ സിനിമയൊക്കെ വന്നു അല്ലെ? ഏതാണ്? നമ്മൾ ആരും തെറ്റിക്കൽ നമുക്ക് എന്തായാലും ഉത്തരം പറയാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ബെന്യാമിൻ. ബെന്യാമിന്റെ ആടുജീവിതം എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നജീബ് മുഹമ്മദും ഇബ്രാഹിം ഖാദിരിയും ഒക്കെ അല്ലെ? ഉറപ്പല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, അംബികാസുധൻ മാങ്ങാടിന്റെ എൻ മക ജെ എന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഏതാണ്? അംബികാസുധൻ മാങ്ങാടിന്റെ എൻ മക ജെ എന്ന നോവലിലെ പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രമാണ് ശ്രീരാമനാണോ, പരമേശ്വരനാണോ, ശ്രീകൃഷ്ണനാണോ, അതോ നീലകണ്ഠനാണോ? ഏതാണ്? ഏതാണ് പ്രധാനപ്പെട്ട കൃതി? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നീലകണ്ഠനാണ് കേട്ടോ. അംബികാസുധൻ മാങ്ങാടിന്റെ എൻ മക ജെ എന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇത് നീലകണ്ഠൻ എന്ന് പറയുന്നത്. നീലകണ്ഠൻ. കുഞ്ഞോനച്ഛൻ എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ്? കുഞ്ഞോനച്ഛൻ എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ്? ഏത് കൃതിയാണ്? നാലുകെട്ടാണോ, അരനാഴിക നേരമാണോ, നെല്ലാണോ? ഏതാണ്? ഏതാണ്? ഏത് കൃതിയാണ് കുഞ്ഞോനച്ഛൻ? ഓപ്ഷൻ ബി ആണ്, അരനാഴിക നേരത്തിലെ കഥാപാത്രമാണ് കുഞ്ഞോനച്ഛൻ അല്ലെ? നോക്കൂ,
പാറപ്പുറത്തിന്റെ കൃതിയാണ് ഏത്? അരനാഴിക നേരം എന്ന് പറയുന്നത്. നാലുകെട്ട് ആരുടെയാണ്? നാലുകെട്ട് അപ്പുണ്ണി കോന്നുണ്ണി എന്ന് പറയുന്ന കഥാപാത്രങ്ങളാണ്. ബഷീറിന്റേതാണ് അല്ലെ. നെല്ലാരുടേതാണ്? പി വത്സലയുടേതാണ്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? മല്ലനും മാരിയും നമ്മൾ മറക്കില്ല അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ OV വിജയന്റെ കഥാപാത്രമാണ് ആരാണ് OV വിജയന്റെ കഥാപാത്രം? അത് നമ്മള് കണ്ണടച്ച് ഉത്തരം പറയും. ഏതാണ് OV വിജയന്റെ പ്രധാനപ്പെട്ട കഥാപാത്രം? ഓപ്ഷൻ എ ആണ് അപ്പുക്കിളി. അപ്പുക്കിളിയെ നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലെ. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് രവിയും അപ്പുക്കിളിയും. മറക്കോ നമ്മള്? ഇല്ല. അടുത്ത ചോദ്യം. At any cost we dash the match. ഏതാണ് ഇതില് പ്രൈമറി ഓക്സിലറി verb ആയിട്ട് വരുന്നത്? At any cost we dash the match ആണ് അല്ലെ. At any cost അതായത് എന്ത് വില കൊടുത്തും നമ്മൾ അത് നേടിയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു മാച്ചിൽ ജയിച്ചിരിക്കും എന്ന് പറയുന്ന ഒരു ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഓക്സിലറി verb ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഏതാണ്? at any cost we dash the match. എന്താണ് അതിന് അർത്ഥമായിട്ട് വരുന്നത്? ഏതാണ് ശരി ഉത്തരം? ഏത് വെർബാണ് നമ്മൾ ഉപയോഗിക്കുക? ഏതാണ്? ഐശ്വര്യ, സനിൽ ശരി ഉത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ എ ആണ് വിൽ വിൻ അല്ലെ. അതായത് ദൃഢനിശ്ചയത്തെ നമുക്കറിയാം. അതായത് ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സഹായക ക്രിയകളാണ് അല്ലെ. അതായത് നമ്മൾ ഒരു ടെൻസിനെയോ അല്ലെങ്കിൽ ഒരു സെന്റൻസിനെയോ ഒക്കെ അർത്ഥവത്താക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു ക്രിയ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് അല്ലെ. പ്രൈമറി ഓക്സിലറീസും ഉണ്ട്, അതുപോലെ തന്നെ മോഡൽ ഓക്സിലറീസും ഉണ്ട്. ഉറപ്പല്ലേ? പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ മോഡൽ ഓക്സിലറിയും ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് പ്രൈമറി ഓക്സിലറീസിൽ വരുന്ന വാക്കുകള്? ബി, അതുപോലെ തന്നെ ഡു, അതുപോലെ തന്നെ ഹാവ്. ഇതൊക്കെയാണ് പ്രൈമറി ഓക്സിലറിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഓക്സിലറി മോഡൽസ് എന്ന് പറയുന്നത്. എന്നാൽ മോഡൽ ഓക്സിലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്രിയ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ടെൻസിനെ അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ അത് ഓരോന്നും ഇപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് ഒരു ദൃഢനിശ്ചയത്തെയാണ്. അറ്റ് എനി കോസ്റ്റ് എന്തൊക്കെ നടന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്തിരിക്കും അല്ലെങ്കിൽ അത് വിൻ ചെയ്തിരിക്കും എന്നൊരു അർത്ഥമാണ് ഈ ഒരു സെന്റൻസിലുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് ഉപയോഗിച്ചു? വിൽ വിൻ എന്ന് പറയുന്ന എന്താണ് ഉപയോഗിച്ചത്? വിൽ വിൻ എന്ന് പറയുന്ന ഒരു മോഡൽ ഓക്സിലറി ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ഓക്സിലറി വെർബാണ് അല്ലെ. അതായത് എന്ത് വില കൊടുത്തും ഞങ്ങൾ മാച്ച് ജയിച്ചിരിക്കും, അതൊരു ദൃഢനിശ്ചയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ദൃഢനിശ്ചയത്തെ നമ്മൾ നേടും എന്ന് പറയുന്നത് എന്താണ്? അത് വില്ലാണ് അല്ലെ. വിൽ വിന്നാണ്. നമ്മൾ നേടും, നേടിയെന്നല്ല പറയുന്നത്, നേടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഇവിടെ വരുന്നത്? വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. It dash rains this evening. It dash rain this evening. എവിടെയാ എന്താണ് അത് വരുന്നത്? ഡാഷ് rains this evening. അതായത് ഈ സെന്റൻസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് വൈകുന്നേരം ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അല്ലെ. സാധ്യതയാണ് അവിടെ പറയുന്നത് അല്ലെ. സാധ്യതയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഏത് ഓക്സിലറി വെർബാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് പറയുന്നത് അല്ലെ. മേ ഓർ മേ നോട്ട് ബി. കുട്ടം എന്ന് പറയില്ല, മേ ആണ് അവിടെ വരുന്ന ഓക്സിലറി എന്ന് പറയുന്നത്. എന്താണ് സാധ്യത? മേ റെയിൻ പറയുന്നത് വരുന്നു അല്ലെങ്കിൽ വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല, വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡൗട്ട് ഉള്ള കാര്യങ്ങളെ, അതായത് ഇൻ ബിറ്റ്വീൻ, ചിലപ്പോൾ പെയ്യും ചിലപ്പോൾ പെയ്തില്ല എന്നും വരും, അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം? ഏത് ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്? മേ എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഐ ഡാഷ് റൺ ഫാസ്റ്റ് when I was young. എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം? അതായത് ഐ റൺ ഫാസ്റ്റ് when I was young അല്ലെ. അതായത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഓടാൻ കഴിയുമായിരുന്നു എന്നതാണ് അല്ലെ. അതായത് ഇതെന്താണ്? ഇവിടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ.
ഞാൻ ചെറുതായിരിക്കും, കുറച്ചുകൂടി യങ്ങറായിരിക്കും, ചെറിയ കുട്ടിയെന്നല്ല, എന്നാലും ഞാൻ കുറച്ചുകൂടി യങ്ങറായിരിക്കും, ഞാൻ നല്ല ഫാസ്റ്റില് ഓടുമായിരുന്നു. ഇവിടെ നമുക്ക് ഏതാണ് വരിക, ഏത് ഓക്സിലറി വെർബാണ് വരുന്നത്? അതായത് കഴിവിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? കുഡ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സി ആണ്. അതായത് ക്യാൻ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലും കുഡ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു? പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കുന്നു. അപ്പൊ സെന്റൻസ് എന്താണ്? അതായത് ഐ കുഡ് റൺ ഫാസ്റ്റ് വെൻ ഐ വാസ് യങ്. അല്ലെ, ഞാൻ ചെറിയ കുട്ടി ആയിരുന്നപ്പോൾ സ്പീഡായിട്ട് ഓടുമായിരുന്നു എന്നാണ്. അപ്പൊ എന്താണ്? പാസ്റ്റ് ടെൻസിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ കുഡ് എന്താണ്? പാസ്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് You dash study well, the mother said to the son. അല്ലെ, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ അമ്മ മകനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. യു എന്താണ്? യു ഡാഷ് സ്റ്റഡി വെൽ. ഇവിടെ ഉപദേശമാണ് പറയുന്നത്. അപ്പൊ ഉപദേശം അല്ലെങ്കിൽ അഡ്വൈസ് നൽകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ് ഇവിടെ? ഏതാണ്? വേഗം പറഞ്ഞേ. യു മസ്റ്റ് എന്നാണോ? യു ഷുഡ് സ്റ്റഡി വെൽ അല്ലെ. എന്താണ് പറയുന്നത്? യു ഷുഡ് സ്റ്റഡി വെൽ അല്ലെ. നീ എന്തായാലും നന്നായി പഠിക്കണം അല്ലെ. യു ഷുഡ് ട്രൈ ടു ഗെയിൻ വെയിറ്റ് അല്ലെ. അങ്ങനെയുള്ള നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഉപദേശാത്മകമായി കൊടുക്കുന്ന എല്ലാ ടെൻസുകളും അല്ലെങ്കിൽ എല്ലാ ഓക്സിലറി വെർബ്സും നമ്മൾ എന്താ ചേർക്കുക? ഷുഡ് ആണ് ചേർക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, he dash to play tennis every morning അല്ലെ. അതായത് he dash to play tennis every morning. every morning എന്ന് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെയെങ്കിൽ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? നമ്മൾ പതിവായി ചെയ്യുന്നത് യൂസ്ഡ് ടു ആണ് അല്ലെ. ഏതാണ്? he used to play ടെന്നീസ് എവ്രി മോർണിംഗ്. പതിവായി ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും കുറിക്കാനായിട്ട് പരാമർശിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? അത് യൂസ്ഡ് ടു ആണ്. അടുത്തത് കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തുക. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഇനിയൊക്കെ വേഗം പറയാത്തത്, നിങ്ങൾക്ക് ഉത്തരം വേഗം പറഞ്ഞോ. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? മരച്ചീനി, തക്കാളി, ബീട്രൂട്ട്, ഇഞ്ചി. ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? കുറെ പേര് ഉത്തരം പറഞ്ഞോ. ഏതാണ്? തക്കാളിയാണ്. ബാക്കിയുള്ളവർക്ക് മണ്ണിനടിയിൽ ഉണ്ടാവുന്നതാണ് അല്ലെ. ഏതോ ഓർഡർ ആൻഡ് ഔട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. മരച്ചീനിയും ബീട്രൂട്ടും ഇഞ്ചിയും മണ്ണിനടിയിലാണ് അല്ലെ. ഇനി ഒറ്റയാനെ കണ്ടെത്തുക. ഇതിലേതാണ് ഒറ്റയാൻ? 91, 93, 97, 95. ഏതാണ് ഒറ്റയാൻ? ഒറ്റയാൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. സി ആണ് ഇവിടെ ഒറ്റയാനായി നിൽക്കുന്നത്. കാരണം എന്താണ്? ബാക്കിയുള്ളവയൊക്കെ ഭാജ്യസംഖ്യകൾ 91, 93, 95 ഇതൊക്കെ ഭാജ്യസംഖ്യകളും 97 മാത്രം എന്താണ്? അഭാജ്യ സംഖ്യയുമാണ്. ഓക്കെ അല്ലേ? അടുത്തത് ഇതും ഒറ്റയാൻ ഏതാണ്? റൂട്ട് 81, റൂട്ട് 256, റൂട്ട് 324, റൂട്ട് 567. റൂട്ട് 81 എന്താണ്? റൂട്ട് 81 അതായത് 9 സ്ക്വയർ ആണല്ലേ. 9 സ്ക്വയർ ആണ് റൂട്ട് 81. റൂട്ട് 256 ഏതാണ്? 16 സ്ക്വയർ ആണ്. 324 18 സ്ക്വയർ ആണ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. റൂട്ട് 567. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക. വൃത്തം, ഗോളം, ചതുരം, സാമാന്തരികം. ഇതിലേതാണ് ഒറ്റയാൻ? ആരാണ് ഒറ്റയാൻ? ആരാണ് ഒറ്റയാനായി നിൽക്കുന്നത്? വൃത്തമാണോ? ഗോളമാണോ? ഏതാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? വൃത്തം, ഗോളം ഏതാണ്? വേഗം ആൻസർ പറഞ്ഞേ. ഏതാ? ഗോളമാണ് അല്ലെ. ഗോളമാണ് നമ്മുടെ ശരി ഉത്തരം. ബാക്കിയുള്ളവയൊക്കെ എന്താണ്? ദ്വിമാന രൂപങ്ങളാണ്. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വിദ്യാർത്ഥിയും സ്കൂളും, ബുക്കും വായനശാലയും, വിളയും വയലും, ഭക്ഷണശാലയും പൂന്തോട്ടവും.
ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? വേഗം ആൻസർ പറയാലോ, വളരെ സിമ്പിൾ ആണ്. വിദ്യാർത്ഥിയും സ്കൂളും അല്ലെ? സ്കൂളിലാണ് വിദ്യാർത്ഥികൾ ഉള്ളത്. ബുക്കും വായനശാലയും, വായനശാലയിലാണ് ബുക്ക് ഉള്ളത്. വയലും വിളയും, നെൽവയലിലാണ് വിളകളെല്ലാം ഉണ്ടാവുന്നത് അല്ലേ? ഉറപ്പല്ലേ? ഇനി ഭക്ഷണശാലയും പൂന്തോട്ടവും, പൂന്തോട്ടത്തിൽ ആരാ ഉണ്ടാവുക? ഭക്ഷണശാലയാണോ? പൂന്തോട്ടത്തിൽ എന്തുണ്ടാവും? പൂവുണ്ടാവും അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഓട് വൺ ഔട്ട് അല്ലെ? കൂട്ടത്തിൽപ്പെടാണ്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തിക്കോ. ഏണിപ്പടി, കയർ, രണ്ടിടങ്ങഴി, ബാല്യകാല സഖി. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ബാക്കിയുള്ളവയൊക്കെ ഏതൊക്കെയാണ് ശരി ഉത്തരം? ഏണിപ്പടി, കയറും, രണ്ടിടങ്ങഴിയൊക്കെ ആരുടെയാണ്? ആരുടെയാണ്? ഏണിപ്പടി തകഴിയാണ് അല്ലേ? രണ്ടിടങ്ങഴി ആരാണ്? തകഴിയാണ്. കയറ് തകഴിയാണ്. ബാല്യകാല സഖി വൈക്കം മുഹമ്മദ് ബഷീർ. ഇതാണ് ഓട് വൺ ഔട്ട്. ഡി ആണ് ശരി ഉത്തരം. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഒഡീഷ, ഷില്ലോങ്, പാട്ന, ഭോപ്പാൽ. ഏതാണ്? ഏതാണ് ഒറ്റയാൻ? ഏതാണ് ഇതില്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഒറ്റയാൻ. ഇത് സംസ്ഥാനവും ബാക്കിയുള്ളതൊക്കെ എന്താണ്? സംസ്ഥാനങ്ങളുടെ തലസ്ഥാനവുമാണ്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. വ്യത്യസ്തമായത് ഏതാണ്? 14, 55, 49, 63. വളരെ സിമ്പിൾ. വേഗം പറഞ്ഞ ഉത്തരം. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഒറ്റയാൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 14, 49, 63 ഒക്കെ എന്തിന്റെ ഗുണിതങ്ങളാണ്? ഏഴിന്റെ ഗുണിതങ്ങളാണ് അല്ലെ? 55 മാത്രം ഏഴിന്റെ ഗുണിതം അല്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? 25, 49, 67, 81. ഇതേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? വേഗം പറഞ്ഞോളൂ. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? 25 ആണോ? 25 ആണോ? 25, 5 സ്ക്വയർ, 49, 7 സ്ക്വയർ, 67, 9 സ്ക്വയർ. ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ഓപ്ഷൻ സി ആണ് കൂട്ടത്തിൽപ്പെടാത്തത്. 67. ഉറപ്പല്ലേ? വ്യത്യസ്തമായത് ഏതാണെന്ന് പറഞ്ഞോളൂ. പച്ച, നീല, ചുവപ്പ്, മഞ്ഞ. ഇതിലേതൊക്കെയാണ്? ഒറ്റയാൻ ഏതാണ് ഇവിടുത്തെ? നീല, ചുവപ്പ്, പച്ച. എന്താണിത്? ഇതൊക്കെ പ്രാഥമിക നിറങ്ങളാണ്. മഞ്ഞ മാത്രം എന്തല്ല? പ്രാഥമിക നിറത്തില് ഉൾപ്പെടുന്നത് അല്ല. ഓക്കെ ആണോ? താങ്ക് യു.